ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ് ബൈ ഷാഹിദ. ആദ്യം തന്നെ ഒരു ആശംസ അറിയിക്കാനുണ്ട്. അതായത് ഈ വർഷത്തെ SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ എല്ലാ കുഞ്ഞുമക്കൾക്കും മാജിക് റെസിപ്പീസിന്റെ വക എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. സ്നേഹത്തോടെ ഇനിയും എല്ലാ സപ്പോർട്ടും ഉണ്ട്. കാരണം കുഞ്ഞുമക്കളുടെ നല്ല വിദ്യാഭ്യാസം അവരുടെ ജീവിതത്തിലേക്ക് നയിക്കുന്ന ആദ്യത്തെ നാഴികക്കല്ലാണ് SSLC പരീക്ഷയിലെ ഉന്നത വിജയം. അപ്പോ വലിയ വിജയം നേടാത്ത ആളുകൾക്ക് ഉണ്ടെങ്കിൽ, അതായത് ആ കുട്ടികളും ഉണ്ടെങ്കിലും, അവരും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എപ്പോഴും തോക്കുന്നിടത്ത് നിന്നാണ്, അതായത് നമ്മൾ തോറ്റുപോയി എന്ന് അല്ലെങ്കിൽ പിന്നിലായി പോയി എന്ന് തോന്നുന്നിടത്ത് നിന്നാണ് നമ്മുടെ വിജയം ആരംഭിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഈ വർഷത്തെ പരീക്ഷ എഴുതിയ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നു. കൂടാതെ മക്കളെ എപ്പോഴും അവരുടെ ഇഷ്ടങ്ങളിലേക്ക്, അവരെന്താണോ ആഗ്രഹിക്കുന്നത് ആ ഇഷ്ടങ്ങളിലേക്ക് വിടാനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും മാതാപിതാക്കൾ നല്ല സപ്പോർട്ട് കൊടുക്കണം. പഠനം മാത്രമല്ല, അല്ലാതെയുള്ള കരിക്കുലർ ആക്ടിവിറ്റീസ് അവരുടെ ജീവിതത്തിൽ വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തട്ടെ. പെൺകുട്ടികളെ പ്രത്യേകിച്ച് ഒരു പക്വതയും പ്രായവും ആവുന്നതിന് മുമ്പ് പിടിച്ച് വിവാഹം കഴിപ്പിച്ചയക്കാതിരിക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അങ്ങനെ ഇരിക്കുന്നു. എല്ലാവരും സുഖമായി എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കരിമീൻ പൊള്ളിച്ചതാണ്. ഇവിടെ ഒരു പ്രോഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഞാൻ വാങ്ങിയിട്ട് ഒരു 3-4 പ്രാവശ്യമായി ഇപ്പൊ ഞാനത് വാങ്ങിയിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. UAE-യിലാണ് ഞാനുള്ളത്, അറിയാലോ എല്ലാവർക്കും. അപ്പൊ UAE-യിലെ ഫ്രഷ് ഹോം എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് വാങ്ങിക്കുന്ന ഈ പ്രോഡക്റ്റിൽ കിട്ടാൻ പോകുന്നത്. കണ്ടോ, ഇതില് മീറ്റ് ഐറ്റംസ് വരും, ഫിഷ് ഐറ്റംസ് വരും, പിന്നെ അത്യാവശ്യം നമുക്ക് വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാം കുക്ക്ഡ് ആയിട്ടുള്ള ഫ്രോസൺ ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട്. വളരെ ഫ്രഷ് ആണ് ഇവരുടെ ഐറ്റം. ഇതൊരിക്കലും പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ. എനിക്ക് ഉപയോഗിച്ചിട്ട് വളരെ നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങളെ കൂടി ഒന്ന് പരിചയപ്പെടുത്താം. ഇതൊന്ന് കണ്ടോ, ഫ്രഷ് ടു ഹോം. നമ്മുടെ നാട്ടിലും ഉണ്ട്, അത് കേരളത്തിലും ഉണ്ട്. അതിന്റെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി എത്രയെന്ന് എനിക്ക് അറിയില്ല, ഞാൻ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ UAE-യിൽ കിട്ടുന്ന ഇതിലുള്ള പ്രോഡക്റ്റുകൾ വളരെ നല്ല ക്വാളിറ്റിയാണ്. ശരിക്കും നമ്മള് വളർത്തുന്ന മീനൊക്കെ വാങ്ങിക്കുന്ന ഒരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ, ആ ഒരു ഫ്രഷ്നെസ് ഇവരുടെ മീനിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ വാങ്ങിച്ചത് കരിമീനാണ്. അപ്പൊ കരിമീൻ വെച്ചിട്ടാണ് നമ്മള് ഇന്ന് കരിമീൻ പൊള്ളിച്ചത് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു മുമ്പ് പറയട്ടെ, ഇത് നമ്മൾ ഓർഡർ ചെയ്യുന്നതിന് ഇവരുടെ ഒരു ആപ്പ് ഉണ്ട്. നമുക്കത് ഫോണിൽ ഡൗൺലോഡ് ചെയ്യാം. ആ ആപ്പിൽ തലേ ദിവസം തന്നെ നമുക്ക് വേണ്ടുന്ന എന്തൊക്കെയാണ് പ്രോഡക്റ്റ് നമുക്ക് ആ പേജിൽ കാണാൻ പറ്റും ഉള്ളത്. അപ്പോൾ ഓരോ ദിവസവും ഓഫേഴ്സ് ഉണ്ട് ഇവർക്ക്. അപ്പോൾ ഓഫർ അനുസരിച്ച് നമുക്ക് എന്ത് പ്രോഡക്റ്റ് ആണോ വേണ്ടത് അത് ഡൗൺലോഡ് ചെയ്ത ശേഷം നമ്മൾ അവരെ അറിയിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസമാണ് 24 hours കഴിയുന്നതിനുള്ള അവർ നമുക്ക് വീട്ടിലെത്തിച്ചു തരും. അപ്പൊ നാളത്തേക്കാണ് നമുക്ക് മീനോ ഇറച്ചിയോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നാളെ രാവിലെ തന്നെ നമുക്ക് പ്രോഡക്റ്റ് കിട്ടും. അപ്പൊ ഇതൊന്ന് ഞാൻ അൺബോക്സ് ചെയ്ത് കൂടെ കാണിക്കാം കേട്ടോ. അപ്പൊ നമ്മളിത് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. കരിമീനാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. ഇതാണ് അവരുടെ പാക്കിംഗ്. നോ കെമിക്കൽസ് എന്നൊക്കെ ഉണ്ട്. 1/2 കിലോ ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്ന കരിമീൻ കേട്ടോ. നല്ല നാടൻ കരിമീനാണ്. ഇവർ വളർത്തുന്നതാണ്, പോണ്ടിൽ വളർത്തുന്നതാണെന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. കണ്ടോ, 2 എണ്ണം. ഞാനിത് പൊള്ളിക്കാൻ വേണ്ടിയാണ് എടുക്കുന്നത്. ക്ലീൻ ചെയ്തിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. കണ്ടോ, നല്ല മീനാണേ നമുക്ക് കിട്ടിയിരിക്കുന്നത്. നോക്ക്, നല്ല ഫ്രഷ് മീൻ. 2 മീനുണ്ട്. ഇതും നല്ല ഫ്രഷ് മീനാണ്. ഇത് ഞാൻ ക്ലീൻ ചെയ്ത് കൊണ്ടുവരട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ മീൻ നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കരിമീനൊക്കെ എപ്പോഴും നന്നാക്കുമ്പോൾ കല്ലിലൊക്കെ ഉരച്ച് നന്നാക്കും. കുറച്ച് വിനാഗിരി വെള്ളവും ഉപ്പും കൂടി ചേർത്ത് നമ്മൾ നന്നായി കഴുകുകയാണെങ്കിൽ അതിൻ്റെ ഉളുമ്പ് സ്മെല്ല് നന്നായി പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് പൊള്ളിക്കാനുള്ളത് കൊണ്ട് മുഴുവനായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. മുള്ളെല്ലാം കളഞ്ഞിട്ടുണ്ട്, വാല് കളഞ്ഞിട്ടില്ല. ഇതിനകത്ത് നല്ല പോലെ വൃത്തിയാക്കിയിട്ടുണ്ട്. കണ്ടോ, അതിൻ്റെ പൂവൊക്കെ കളഞ്ഞ് കുടലും പണ്ടും എല്ലാം കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചെതമ്പലെല്ലാം ക്ലീൻ ചെയ്തു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് മീൻസ് വരയിട്ട് കൊടുക്കാം. കണ്ടോ, ഇതിലാണ് മസാല നമ്മൾ ആദ്യം നിറച്ചിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷമാണ് നമ്മൾ പൊള്ളിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതിൽ മസാല പുരട്ടി കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ ഒരല്പം മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്, കുറച്ച് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി. ഇത് രണ്ടും കൂടി ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്യട്ടെ. ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഇത് മിക്സ് ചെയ്യുന്നത് കേട്ടോ.
നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കിത് മീനിൽ തേച്ച് പിടിപ്പിക്കാം. ഈ ഒരു പരുവത്തിന് മീനിൽ തേച്ച് പിടിപ്പിക്കാം. ഒരു 10 മിനിറ്റ് ഇതിരിക്കട്ടെ. അതിനുശേഷം നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ മീൻ മസാല പുരട്ടി വെച്ചേക്കാണ്. ഒരു 10 മിനിറ്റ് സമയമുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വേണ്ടുന്ന സംഭവമാണിത്. ചെറുള്ളിയാണ് എടുക്കേണ്ടത്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില. ഉള്ളി ഇത്രയും മതിയാവും. ഒരു 50 ഗ്രാം അളവിലാണ് നമ്മൾ ഉള്ളി എടുത്തിരിക്കുന്നത്. 3 അല്ലി വെളുത്തുള്ളി എടുക്കാം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇതെല്ലാം കൂടി ചേർത്ത് ഇത് രണ്ടും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കണം. ഉള്ളി നീളത്തിൽ അരിഞ്ഞെടുക്കണം. അപ്പോൾ അത് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മളിവിടെ ഉള്ളിയെല്ലാം കട്ട് ചെയ്തെടുത്തു. കണ്ടോ, വളരെ നൈസായിട്ട് ഉള്ളിയെല്ലാം കട്ട് ചെയ്തെടുത്തു. പച്ചമുളക് കട്ട് ചെയ്തു, വേപ്പില ഉണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫിഷ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്, ഫ്രൈ പാൻ. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ മതി കേട്ടോ. നമ്മളിവിടെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ പെരക്കിയിട്ട് കൊടുക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്യരുത്, ഷാലോ ഫ്രൈ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാം. വാല് കട്ട് ചെയ്യാത്തത് ഒന്ന് നമുക്ക് പൊളിച്ചെടുക്കാനുള്ളത് കൊണ്ടാണ് വാല് കട്ട് ചെയ്യാത്തത്. നമ്മൾ വാഴയിലയിൽ പൊതിഞ്ഞെടുക്കുന്ന സമയത്ത് നമുക്ക് മാംസത്തിൽ പിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ വാലിൽ പിടിച്ചിട്ടാണ് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വാല് കട്ട് ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത്രയും ഒന്ന് ഫ്രൈ ആയി മതി. 2 ഭാഗവും ഞാൻ മറിച്ചിട്ടു കേട്ടോ. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. അപ്പോൾ മീൻ നമ്മളെടുത്ത് മാറ്റി ഇതിൽ തന്നെ നമ്മൾ മസാല തയ്യാറാക്കുകയാണ്. നമ്മൾ മീൻ ഷാലോ ഫ്രൈ ചെയ്ത ആ ഒരു ചെറിയ മസാല ഉണ്ടല്ലോ, അതിൽ തന്നെയാണ് നമ്മൾ ഉള്ളിയൊക്കെ മൂപ്പിച്ചുള്ള മസാല തയ്യാറാക്കുന്നത് കേട്ടോ. ഉള്ളിയും പച്ചമുളകും കരിവേപ്പിലയും കൂടി നമ്മൾ അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന് മൂത്ത് വരട്ടെ. നന്നായി വഴങ്ങിച്ചിടണം കേട്ടോ, നല്ല പേസ്റ്റ് പോലെ വഴങ്ങിച്ചിടണം. ഇനി ഒരു തക്കാളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ആദ്യം ഉള്ളി നല്ല പോലെ വഴങ്ങിയ ശേഷം തക്കാളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിന് സവാളയും ഉപയോഗിക്കാം കേട്ടോ, അത് കുഴപ്പമില്ല. പക്ഷേ സ്വാദ് എപ്പോഴും ചെറുള്ളി ആയിരിക്കും. അതുകൊണ്ടാണ് ഞാനിവിടെ ചെറുള്ളി ഉപയോഗിച്ചിരിക്കുന്നത്. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മീൻ വറുത്തപ്പോൾ അതിന് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ മസാലയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അത് ഓർത്തിട്ട് വേണം നമുക്ക് ഈ മസാലയിൽ ഉപ്പ് ചേർക്കാൻ കേട്ടോ. ഉപ്പ് കൂടിപ്പോകരുതേ. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ, കുറച്ച് മതിയേ, അധികം ആവരുത്. 1 തക്കാളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ സ്ലൈസാക്കി കട്ട് ചെയ്ത് എടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളിയുടെ നീരും എല്ലാം കൂടി ചേർത്ത് വേണം ഇടാൻ കേട്ടോ. നല്ല പോലെ വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം നന്നായി വഴങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ നിറച്ച്. ഇത് ഞാൻ ടീസ്പൂൺ ആയതുകൊണ്ടാണ് 2 ടീസ്പൂൺ ഇട്ടിരിക്കുന്നത് കേട്ടോ. ടേബിൾ സ്പൂൺ നിറച്ചാണ് വേണ്ടത്. മുളക് പൊടി ഇട്ട് കൊടുത്ത ഉടനെ ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തേക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകരുത്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, കുറച്ച് ഗരം മസാലപ്പൊടി, അതായത് ഒരു 1/4 ടീസ്പൂണിലും താഴെയായിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ കേട്ടോ. മസാലക്കൂട്ട് കത്തിപ്പോകരുത്. അതുകൊണ്ട് തന്നെ ഫ്ലെയിം കുറച്ച് വെച്ച് ഇതിൻ്റെ മസാലക്കൂത്ത് മണം മാറുന്നത് വരെ നന്നായി മിക്സ് ചെയ്ത് നന്നായി വഴറ്റിയെടുക്കാം. ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിനി
വാഴയിലയിലേക്കാണ് നമ്മളുടെ മീൻ എടുത്ത് വെച്ചിട്ട് ഈ മസാലയും ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം മസാല തയ്യാറാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ മീനിലേക്ക് ഫില്ല് ചെയ്ത ശേഷം കാണിക്കാം കേട്ടോ. ആദ്യം നമുക്കിത് ഫില്ല് ചെയ്യണം. അതിനു വേണ്ടി ഒരു അലുമിനിയം ഫോയിൽ വെക്കുക. അതിനുശേഷം വാഴ ഇല വെക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മസാല എടുത്ത് വെക്കാം. ഇതിൻ്റെ മേലേക്ക് നമുക്ക് മീനെടുത്ത് വെക്കേണ്ടതുണ്ട്. ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന മീനാണ്, നമുക്ക് എടുത്ത് വെക്കാം. അതിനുശേഷം വീണ്ടും മസാല വയ്ക്കുക. പൊതിഞ്ഞെടുക്കുന്ന മസാല നമുക്കിത് മടക്കാം. ഇനി ഈ ഭാഗവും നമുക്ക് നന്നായി മടക്കാം. അപ്പോൾ നമ്മൾ നല്ലപോലെ മടക്കിയെടുത്തു. ഇനിയും അടുത്തത് ഇതുപോലെ തന്നെ ചെയ്യാം. അതിനുശേഷം ചട്ടിയിലാണ് കേട്ടോ നമ്മൾ ഇത് ആവി കയറ്റി എടുക്കുന്നത്. ചട്ടിയിലാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ചട്ടി അടുപ്പത്ത് വെച്ചു. തക്കാളി റൗണ്ടായിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചു കൊടുക്കാം താഴെ. ശേഷം ഇതിൻ്റെ മേലേക്ക് ഒന്നൊന്നായിട്ട് നമുക്ക് എടുത്തു വെച്ചു കൊടുക്കാം. നല്ല ഫ്ലെയിം വരട്ടെ. അടച്ചു മൂടി വെക്കാം കേട്ടോ. ഒട്ടും ഏറെ പോവാത്ത വിധത്തിൽ വേണം അടച്ചു മൂടി വെക്കാൻ. ഇപ്പൊ ശരിക്കും ആവി തിങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി അലുമിനിയം ഫോയിൽ വെച്ചൊന്ന് കവർ ചെയ്യാം. ടൈറ്റ് ആക്കി വെക്കാം. അതിനുശേഷം ഫ്ലെയിം കുറച്ച് കൊടുക്കാം. നല്ല പോലെ അവിടെ ആവിയിലിരുന്നിട്ട് നന്നായിട്ട് ആവി കയറി നിറച്ച മസാലയെല്ലാം അതിന്റെ രസമൊക്കെ അതിലേക്ക് ഇറങ്ങി. അപ്പൊ നല്ല പോലെ ആവി നിറഞ്ഞിട്ടുണ്ട് ഇതില്. ഇനി ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് എടുക്കാം. അപ്പൊ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തേക്കാം. ഇനി നമുക്ക് ഈ ചട്ടി ഒന്ന് തുറന്നു നോക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്കിനി ചട്ടി തുറന്നു നോക്കാം. ചട്ടി അടുപ്പത്തുനിന്ന് എടുത്ത് മാറ്റിയിട്ടും ആവി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. കാരണം ചട്ടിയിൽ വെക്കുമ്പോൾ അങ്ങനെയാണ്, കൂടുതലും ചൂട് നല്ല പോലെ അബ്സർവ് ചെയ്യും. നമുക്കപ്പോൾ ഇതിന്റെ ലിഡ് ഒന്ന് തുറന്നു നോക്കാം. ആഹാ, ആവിയൊക്കെ നല്ല പോലെ വന്നിരിക്കുകയാണ്. ഇങ്ങനെ തന്നെ പോയി തൊടരുത്, ചൂടാണ്, കൈ പൊള്ളും. അപ്പൊ നമുക്കൊരു ഗ്ലൗസ് ഇട്ടിട്ട് വരാം. പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം കേട്ടോ. കണ്ടോ, നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമ്മളിങ്ങനെ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ കൂടുതൽ ചൂടും ഒക്കെ നമുക്കതിൽ ഇങ്ങനെ പിടിച്ചിരിക്കും. വാഴല കരിഞ്ഞു പോകുന്ന ഒരു പ്രതിഭാസമൊന്നും ഉണ്ടാവില്ല. കണ്ടോ, നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നല്ല ചൂടുണ്ടേ. ഇതിൻ്റെ എണ്ണയൊക്കെ പിടിച്ചിട്ട് നോക്ക്. ആഹാ, എന്താ രസം നോക്ക്. കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാം എന്ത് ടേസ്റ്റ് ആയിരിക്കും നോക്ക്. അപ്പോൾ ഇനി നമുക്കിത് ഇവിടെ നിന്ന് ഒരു പീസ് എടുത്തിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ. നല്ല ചൂടുണ്ട്. ഞാനൊരു സ്പൂൺ എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാനൊരു സൈഡിൽ നിന്ന് സ്പൂണിൽ എടുക്കാം. ആഹാ, നന്നായി വെന്തിട്ടുണ്ട്. കണ്ടോ, മസാലയോട് ചേർത്ത് നമ്മൾ എടുക്കണം. ഇതാ, ഇനി നമുക്കിത് കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സൂപ്പർ. നല്ല ചൂടും നല്ല സ്വാദും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇന്ന് നമ്മൾ
നമ്മൾ ഉണ്ടാക്കിയ കരിമീൻ പൊള്ളിച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അപ്പൊ ഞാൻ വാങ്ങിയത് എവിടെ നിന്നാണെന്നും കണ്ടല്ലോ. ഈ ഒരു പ്രോഡക്റ്റിന്റെ, അതായത് ഫ്രഷ് ടു ഹോം എന്നുള്ള ഈ ഒരു ആപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. നമ്മുടെ കൂടെ എന്നും സ്നേഹത്തോടെ ഉണ്ടായിരിക്കുക, സ്നേഹത്തോടെ തിരിച്ചും. എനിക്ക് വരുന്ന കമന്റ്സിൽ ഒരുപാട് എന്താ പറയാ, എനിക്ക് സന്തോഷം തരുന്ന കമന്റ്സ് ആണുള്ളത്. ഞാൻ എടുക്കുന്ന സാരിയെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ചെയ്യുന്ന കുക്കിങ്ങിനെ കുറിച്ചിട്ട്, നിങ്ങളോട് പ്രസന്റ് ചെയ്യുന്ന രീതിയെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് സന്തോഷം തരുന്ന കമന്റ്സ് കിട്ടുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രചോദനം നമുക്കൊരു ചാനൽ നടത്തിക്കൊണ്ട് പോകാനും ഓരോ കാര്യങ്ങൾ ചെയ്യാനും. അതുപോലെ തന്നെ നമ്മുടെ ഇതിലേക്ക് വരുന്ന പുതിയ പുതിയ സുഹൃത്തുക്കൾക്ക് തീർച്ചയായിട്ടും തിരിച്ചും അതേ സപ്പോർട്ട് ഉണ്ടായിരിക്കും, എന്നും ഉണ്ടായിരിക്കും. നിറഞ്ഞ സ്നേഹം മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. അപ്പൊ ഇനിയും മാജിക് റെസിപ്പീസിന്റെ കൂടെ നിങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കുക. പതിവ് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കാതിരിക്കുക. എല്ലാവർക്കും നല്ലത് മാത്രം ഉണ്ടായിരിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.